ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് കിങ്ഡത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറാണ് ഗൈസ്. വേറൊന്നും കൊണ്ടല്ല ഈ പടം റിയാക്ട് ചെയ്യുന്നത്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഗൗതം തിനാലൂരി എന്ന് പറയുന്ന പുള്ളിയാണ് ഗൈസ്. പുള്ളിയാണ് ആക്ച്വലി ജേഴ്സി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാതെ ഞാനീടെ ജേഴ്സിയൊക്കെ എന്ത് കിടിലൻ പടമാണ്. അപ്പോൾ ഇത് വിജയ് ദേവനുണ്ട്, സത്യദേവ് ഉണ്ട്, ഭാഗ്യശ്രീ ബോസ് ഉണ്ട്, പിന്നെ നമ്മുടെ അനിരുദ്ധാണ് ഗൈസിൻ്റെ മ്യൂസിക്കും കൂടെ ചെയ്തിരിക്കുന്നത്. അതാണ് വേറൊരു കാര്യം. പടത്തിൻ്റെ ടീസർ ഇറങ്ങിയപ്പോൾ ഒരു കിടിലൻ BGM ഒക്കെ ഉണ്ടായിരുന്നു, ലാഹേ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമുക്ക് നേരെ ട്രെയിലർ കാണാം. ഒരു ഗൈസ് കിങ്ഡം ഒഫീഷ്യൽ ട്രെയിലർ, വിജയ് ദേവരകൊണ്ടയുടെ കംബാക്ക്. പുള്ളി നേരത്തെ ഒരു പടം ചെയ്ത് കിങ്ഡം എന്ത് ലൈഗർ എന്ത് തൊരിഞ്ഞ പടമാണെന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല. വൻ വെറുപ്പിലായിരുന്ന പടത്തിൻ്റെ തുടക്കം തന്നെ കണ്ടപ്പോൾ, അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തത്. പക്ഷേ എനിക്ക് പുള്ളിയുടെ ബാക്കി പടങ്ങളൊക്കെ ആയിട്ടുള്ള ഡിയർ കോംറേഡ് ആയാലും, പുള്ളിയുടെ ഗീതാ ഗോവിന്ദം, ടാക്സി വാല, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗീസ്. ഞാൻ നോട്ടം ഒന്നും പറഞ്ഞില്ല, പക്ഷേ ടാക്സി വാല, അർജുൻ റെഡ്ഡിയൊക്കെ ആക്ച്വലി ഞാൻ പുള്ളിയുടെ വൻ ഫാനാണ് ഗീസ്. പുള്ളി സിനിമയ്ക്കകത്തറിയുന്നത്, പുള്ളി പുറത്ത് എന്തോ പറയുന്നതുള്ള കാരണമൊക്കെ കണ്ടാണ് പുള്ളി പൊട്ടുന്നത്. പുള്ളി ഖുഷി എന്ന് പറഞ്ഞൊരു പടം ചെയ്തത് സമന്തയായിട്ട്, പാട്ടൊക്കെ നൈസായിരുന്നു. പടം എന്തോ വലിയ ഹിറ്റൊന്നും അല്ലായിരുന്നു. നമുക്ക് എന്തായാലും നേരെ ട്രെയിലറാണ് ഗീസ്. കിങ്ഡം ഒഫീഷ്യൽ ട്രെയിലർ റിവീസ്. ജൂപ്പിറ്റർ 125. ഈ ആടാ ఒక ఎమర్జెన్సీ ఆపరేషన్ ఓకే. కోసం నువ్వు అండర్ కవర్ స్పైగా మారాలి. പുള്ളിയുടെ నీ ലുക്കൊക്കെ అమ్మని, വെറൈറ്റി నీ ആയിരുന്നു. ఇల్లు, ఉద్యోగం, അപ്പോൾ പോലീസ് ആയിട്ടുള്ള ലുക്കും ഉണ്ട്. అన్ని వదిలేయాలి. నువ్వు అడుగు పెట్టబోయే ప్రపంచం నువ్వు പുള്ളിക്ക് కలవబోయే മൂന്ന് ലുക്കൊക്കെ మనుషులు ഉണ്ട്. താടി വെച്ച് താടി വെക്കാത്തത്, പിന്നെ മറ്റേ മുട്ട അടിച്ചോളൊക്കെ ലുക്ക്, ബസ് കട്ടൊക്കെ അടിക്കും. నువ్వు ఎదుర్కోబోయే పరిస్థితులు చాలా రిస్కీ ఆపరేషన్ సోరీ. സൂര്യനാണ് ഈ സ്റ്റേജ്. శివ, నువ్వు స్పైగా వెళ్ళబోయే గ్యాంగ్ కి లీడర్. പുള്ളിയുടെ ചേട്ടനായിട്ടാണ് ഈ സത്യദേവ് വരുന്നത്. నీ అన్న ఇక్కడ మోస్ట్ వాంటెడ్ క్రిమినల్, స్మగ్లర్. నీకు దేవుడు అవ్వచ్చేమో కానీ ഭാഗ്യശ്രീ బోస్. నిజానికి రాక్షసుడు మీ అన్న. వాడి కోసం అవసరమైతే మొత్తం తగలబెట్టేస్తా సార్ నేను. విషయం కొత్తగా వచ్చావు కదా, ఏ బాబురాజ్. ఈడ కొన్ని రూల్స్ ఉన్నాయి. యుద్ధం ఇప్పుడే మొదలైంది. ఓ సలారా అది. ఐ థింక్ ఈ మట్టిలోనే ఏదో ఇంకా. ఉంది. మనుషుల్ని కూడా రాక్షసులుగా మార్చేస్తుంది. जो फ्रेम का रेस पड़ती. ఈ రాక్షసులందరికీ రాజై కూర్చున్నాడు. No, തെലുഗു, ഹിന്ദി, തമിഴിലാണ് ഈ റിലീസ് ചെയ്യുന്നത്. എന്തായാലും കേസ് കിടിലൻ ട്രെയിലറും ഒന്നും പറയാല്ലേ, കിടിലൻ കട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. കിടിലൻ ട്രെയിലർ. പുള്ളിക്ക് വേണ്ടൊരു കംബാക്ക് തന്നെ ഈ പടം കൊടുക്കുമെന്ന് ഉറപ്പാണ് കേസ്. കിടിലൻ സാധനം, എന്തോ വെറൈറ്റി സാധനമാണ്. എന്ന് വെച്ചാൽ പുള്ളി എന്തോ അണ്ടർ കവർ ആയിട്ട് പോകുന്ന കഥയും കണ്ടാണ്. പുള്ളി പോലീസായിരുന്നു, പുള്ളിയെ കൊണ്ട് എന്തോ അണ്ടർ കവർ ആയിട്ടോ എന്തോ ഒരു ഓപ്പറേഷൻ, റിസ്ക് ഓപ്പറേഷൻ ആണ്. അപ്പം ഇനി ചെയ്തേ പറ്റി പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് പുള്ളി അങ്ങനെ എന്തോ ജയിലിലോ എന്തോ എവിടെയൊക്കെയോ പോകുന്ന സംഭവങ്ങളൊക്കെയാണ്. ശരി, ഫുള്ള് എനിക്ക് മനസ്സിലായിട്ടില്ല, കാരണം തെലുങ്ക് ട്രെയിലറാണല്ലോ നമ്മൾ റിയാക്ട് ചെയ്തത്. ബട്ട് മലയാളം ട്രെയിലർ ഇറങ്ങും, അത് ഞാൻ എന്തായാലും പിന്നെ കണ്ടോളാം. അത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല, ഇത് പയ്യെ ഇറക്കത്തുള്ളത്. അപ്പോൾ എന്തായാലും ട്രെയിലർ കൊള്ളാം. മലയാളം ട്രെയിലർ ഒന്നും കാണുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, കാരണം ഹിന്ദി, തെലുങ്ക്, തമിഴെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കിങ്ഡം കൊള്ളാം, ട്രെയിലർ കൊള്ളാം. നല്ല മേക്കിംഗ് ഉണ്ട്, നല്ല ബഡ്ജറ്റ് ഉണ്ട്. കാരണം ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സിത്താര എൻ്റർടൈൻമെൻ്റ് ആണ് ഗൈസ്. ഇവരാണ് നമ്മുടെ ലക്കി ഭാസ്കറൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത്, ദുൽഖറിൻ്റെ. ആക്ച്വലി കിടിലൻ പടമാണ്. നല്ല പ്രൊഡക്ഷൻ വാല്യൂ ഉള്ള പടമാണ് ഗൈസ്, നല്ല ബഡ്ജറ്റും ഉണ്ട്.
അപ്പോൾ ഇത് ഇത്തിരി വലിയ പടമാണെന്നാണ് ഞാൻ കേട്ടത്. എന്ന് വെച്ചാൽ വലിയ ബഡ്ജറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ പ്രൊഡക്ഷനിൽ നല്ല ബഡ്ജറ്റ് ഇറക്കിയിട്ടുണ്ട് അവർ. അതില്ലാതെ ആക്ടേഴ്സിന് വേണ്ടി ബഡ്ജറ്റ് ഇറക്കിയൊന്നുമില്ല. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് കണ്ടിട്ടൊരു വലിയ ഒരു പടം, നല്ല സക്സസ് ആവാനുള്ള ഒരു പടമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ അതിൻ്റെ ഫോണ്ട്, പിന്നെ മ്യൂസിക്കാണ് ഗൈസ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം അതിൻ്റെ ബീജിയം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ കിട്ടുന്ന കേട്ടോ. കാരണം മെയ്ഡ് ബൈ അനിരുദ്ധ്. അനിരുദ്ധ് പടത്തിന് എന്തോരം ഹൈ ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. കിങ്ഡം ഈസ് എ ഗുഡ് മൂവി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഭയങ്കര കോംപ്ലക്സ് സ്റ്റോറി ആവത്തില്ലെന്ന് തന്നെയാണ് എൻ്റെ അകത്ത് വിചാരം. കണ്ടിട്ട് ചെറിയ കോംപ്ലക്സിറ്റിയിൽ വരാൻ സാധ്യതയുണ്ട്. ബട്ട് എങ്കിലും കൊള്ളായിരിക്കും, നമുക്ക് നോക്കാം. അതുപോലെ തന്നെ പടം 31-നാണ് ഗൈസ് റിലീസ് ചെയ്യുന്നത്. വെയിറ്റിംഗ്, നോക്കാം. പറ്റുമെങ്കിൽ പോയി കാണാം ഗൈസ്. എന്തായാലും ഞാൻ കൂലിയൊക്കെ ഉണ്ടായിട്ട് എല്ലാ പടത്തിനും കൂടെ ബഡ്ജറ്റ് ഇല്ല ഗൈസ്. ഇങ്ങനെ പടം അടുപ്പിച്ചടുപ്പിച്ച് ഇറക്കിയിട്ട് എവിടുന്ന ബഡ്ജറ്റ്? ഒരു പടം കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ട്രെയിലർ റിയാക്ട് ചെയ്യുന്നേ ഉള്ളൂ. ബഡ്ജറ്റിൽ അതുകൊണ്ട് പടത്തിനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അനിരുദ്ധ് മ്യൂസിക് ഗോവിന്ദ് തിന്നേരുടെ എനിക്ക് വന്ന് ജേഴ്സിക്ക് ശേഷം പുള്ളി ചെയ്ത പടമാണെന്ന് തോന്നുന്നു. ഇതുവരെ പടമൊന്നും ചെയ്തിട്ടില്ലായിരുന്നു തോന്നുന്നു. പുള്ളി അടുത്തായിട്ട് പുള്ളി വെച്ചായിരുന്നു പടം ചെയ്യാൻ ഇരുന്നത്. അങ്ങനെയാണ് ഈ പടം ഓണായത്. വലിയ പടമാണ് ഗൈസ്. ആൻഡ് വിജയ് ദേവരകൊണ്ടയ്ക്ക് ഒരുപാട് മുട്ടൻ ലൈനപ്പൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പടം ഒരു വിജയമാവട്ടെ ആക്ച്വലി. ആൻഡ് ഇവിടെ റിലീസ് ചെയ്യുന്നത് വേഫെയർ ഫിലിംസാണ് ഗൈസ്. നമ്മുടെ ദുൽഖറിൻ്റെ ഫിലിംസാണ്. ദുൽഖറിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് കേരളത്തിൽ. അപ്പോൾ കിങ്ഡത്തിന് നല്ലൊരു പടമായിട്ടായിരിക്കും പുള്ളി അത് ഡിസ്ട്രിബ്യൂഷൻ എടുത്തത്. പിന്നെ വിജയ് ദേവരകൊണ്ടയും വിജയ് ദേവരകൊണ്ട സിതാര എൻ്റർടൈൻമെൻറ്റ് ആക്ച്വലി ദുൽഖറിൻ്റെ ഒരു ഫ്രണ്ട്സ് പോലെയാണ്. അപ്പോൾ അവർ അതുകൊണ്ടായിരിക്കാം ദുൽഖറിൻ്റെ ലക്കി ഭാസ്കറിനെ സിതാര എൻ്റർടൈൻമെൻറ്റാണ് ചെയ്തത്. അതുകൊണ്ടായിരിക്കാം ദുൽഖർ ഈ പടം എടുത്തത്. ആൻഡ് വിജയ് ദേവരകൊണ്ടയായിട്ട് നല്ല ഫ്രണ്ടാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും ദുൽഖർ ഇപ്പം കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിച്ചത്. ഇറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് ഗൈസ്. ദുൽഖറിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെ കൊള്ളാത്ത പടങ്ങളൊന്നും എടുക്കത്തില്ല. എന്നോടായിരിക്കും. ട്രെയിലർ കണ്ടിട്ട് കൊള്ളായിരുന്നു. പാട്ടൊക്കെ നൈസായിരുന്നു. ഇറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. അതുവരെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.